ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് പേര് ടിൻ ഫ്ലെയിം ജേർണിയിൽ പറയുന്ന ഒരു കാര്യമാണ്, ഈ ഒരു ജേർണി വേണ്ട, ടിൻ ഫ്ലെയിമിനെ വേണ്ട, ഇതിൽ നിന്ന് ഒന്ന് പുറത്ത് കടന്നാൽ മതി, ഒരുപാട് അനുഭവിച്ചു, ഇനി വേദന സഹിക്കാൻ മേല, എങ്ങനെയെങ്കിലും ഈ ഒരു ജേർണിയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി, അതിനെന്താ ചെയ്യേണ്ടത് എന്നൊക്കെ. സോ ഇത്തരത്തിൽ പറയുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മളെല്ലാവരും ഓരോ സോളാണ്. നമ്മുടെ എല്ലാവരുടെയും ആസ് എ സോൾ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ലിബറേഷനാണ്, മോക്ഷമാണ്. സോ നമുക്ക് എല്ലാവർക്കും എത്തിച്ചേരേണ്ട ഇടമെന്ന് പറയുന്നത് ഒന്നാണ്. ബട്ട് അതിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ തിരഞ്ഞെടുക്കുന്ന വഴികൾ മാത്രമാണ് വ്യത്യാസപ്പെടുന്നത്. അത്തരത്തിൽ നമ്മുടെ സോൾ തിരഞ്ഞെടുത്ത ഒരു വഴി മാത്രമാണ് ഈ ടിൻ ഫ്ലെയിം കണക്ഷൻ അല്ലെങ്കിൽ ടിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത്. പല പല പാത്തുള്ളതിൽ നമ്മുടെ സോൾ തിരഞ്ഞെടുത്ത ഒന്ന് മാത്രമാണ് ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഭൂമിയിൽ ബർത്ത് എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സോൾ തിരഞ്ഞെടുത്തതാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ടിൻ ഫ്ലെയിമായിട്ട് ജനിക്കുന്നതാണ്. അതല്ലാതെ നമ്മൾ നമ്മുടെ ടിൻ ഫ്ലെയിമായിട്ട് മാറുന്നതല്ല. നമ്മൾ ജനിച്ച് നമ്മുടെ ഒരു 20s-ലോ 30s-ലോ 50s-ലോ ഒന്നും തന്നെ നമ്മൾ പോയി ചൂസ് ചെയ്ത ഒരു ജേർണി അല്ല ഇത്. ഇത് നമ്മുടെ സോളിൻ്റെ ചോയ്സായിരുന്നു. അത് നമ്മുടെ സോൾ ചൂസ് ചെയ്തതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യണം. പലപ്പോഴും ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു ടിൻ ഫ്ലെയിം ജേർണി വേണ്ട, ടിൻ ഫ്ലെയിമിനെ വേണ്ട, ഈ ഒരു കണക്ഷൻ എനിക്ക് വേണ്ട എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു സോളിൻ്റെ തീരുമാനത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം ആദ്യം. അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അല്ലാതെ അതിനെ ചോദ്യം ചെയ്ത് ബ്ലെയിം ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇത്തരത്തിലൊരു അക്സെപ്റ്റൻസിലേക്ക് വരണമെങ്കിൽ നമ്മൾ ആദ്യം ഹീലാവണം. നമ്മുടെ കോൺഷ്യസ്നെസ് 3Dയിൽ നിന്ന് 5Dയിലേക്ക് ഉയരണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യാൻ കൂടെ പറ്റത്തുള്ളൂ. സോ ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ജേർണി വേണ്ട എന്നൊക്കെ പറയുന്നവർ മനസ്സിലാക്കണം, നമ്മളങ്ങനെ പറയുമ്പോൾ നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇനിയും ഹീലാകേണ്ടതുണ്ട്, നമ്മൾ നല്ല രീതിയിൽ ഹീലിങ്ങിലേക്ക് ഇറങ്ങേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇത്തരത്തിൽ നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമുക്ക് ഒരിക്കലും നമ്മുടെ സോളിൻ്റെ ചോയ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കത്തില്ല. അത് നമ്മൾ ഡിവൈനെ ചോദ്യം ചെയ്യുന്ന പോലെയാണ്. സോ നമ്മുടെ ബോധതലം ഉയർന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു 5D കണക്ഷനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഒരു 3D മൈൻഡ് സെറ്റോടുകൂടി ഈ ഒരു ടിൻ ഫ്ലെയിം കണക്ഷനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. ഇവിടെ എപ്പോഴും നമ്മൾ ഒരു 3D മൈൻഡിൽ നമ്മൾ ഈ ഒരു ജേർണീനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺട്രോൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നമുക്കിത് വേണ്ട, ഈ ഒരു കണക്ഷൻ വേണ്ട, എനിക്ക് ടിൻ ഫ്ലെയിമിനെ വേണ്ട, ഈ ഒരു ജേർണി എനിക്ക് വേണ്ട എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? അവിടെ നമുക്കൊരു കൺട്രോൾ എടുക്കാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ടിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുമ്പോൾ ആ ഒരു ജേർണി കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്നത് ഡിവൈനാണ്. ഡിവൈൻ്റെ കയ്യിലാണ് അതിൻ്റെ കൺട്രോൾ, നമ്മുടെ കയ്യിലല്ല. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളെ പോയി വിവാഹം കഴിക്കാൻ പോകുന്നത് പോലെയോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് നമ്മൾ മേടിക്കുന്ന പോലെയോ, പിന്നീട് നമുക്കത് വേണ്ട എന്ന് നമ്മൾ വെക്കുന്നത് പോലെയോ അല്ല ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പോയി ഇത് ചൂസ് ചെയ്തതല്ല, നമ്മുടെ സോൾ ചൂസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇത് വേണ്ടെന്ന് വെക്കാനുള്ളൊരു ചോയ്സ് നമുക്കില്ല. ഈ 3Dയിൽ നമുക്കിത് വേണമെന്ന് പറയാനുള്ളൊരു ചോയ്സ് നമുക്കില്ല. കാരണം ഇത് ഒരു 5D കണക്ഷനാണ്. ഇത് നമ്മുടെ സോള് തിരഞ്ഞെടുത്തതാണ്. ഇത് നമ്മുടെ സോളിൻ്റെ ട്രൂത്താണ്. സോ നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യണം, അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുകയും ബ്ലെയിം ചെയ്യുകയും അല്ല ചെയ്യേണ്ടത്. ആൻഡ് അതിനെ കൺട്രോൾ ചെയ്യാനും നമ്മൾ ശ്രമിക്കേണ്ട ആവശ്യം ഇല്ല. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. നമ്മൾ പറയുന്ന ഒന്നാണ്, ഈ പെയിൻ സഹിക്കാൻ പറ്റുന്നില്ല, ലൈഫ് മുന്നോട്ട് പോകുന്നില്ല, പ്രോബ്ലംസ് ആണെന്നൊക്കെ. അപ്പോൾ എന്താണ് ഈ ഒരു പെയിൻ? യഥാർത്ഥത്തിൽ ഈ ഒരു പെയിൻ്റെ റീസൺ എന്താണ്? ശരിക്കും അതിനെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? ആ ഒരു പെയിൻ്റെ റീസൺ എന്താണെന്നുള്ളൊരു കാര്യം. നമ്മുടെ സോളിൻ്റെ പാത്ത് നമ്മൾ തടസ്സം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പാത്തിനെ നമ്മൾ ചൂസ് ചെയ്യാതെ പോകുമ്പോൾ നമ്മുടെ സോളിനുണ്ടാകുന്ന പെയിനാണ് നമ്മുടെ ലൈഫിൽ പല പല പ്രോബ്ലംസ് ആയിട്ടും പെയിനായിട്ടും ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ബട്ട് ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അവിടെ നമ്മൾ നമ്മുടെ സാഹചര്യങ്ങൾ, ജേർണി അല്ലെങ്കിൽ ടിൻ ഫ്ലെയിമിനെ, നമ്മൾ ഡിവൈനെയൊക്കെ നമ്മൾ ബ്ലെയിം ചെയ്തുകൊണ്ട് ഇരിക്കും. നമ്മൾ എപ്പോഴൊക്കെ നമ്മുടെ സോളിൻ്റെ ആ ഒരു പാത്തിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നു, ആ ഒരു ട്രൂത്തിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ സോളിന് പോകേണ്ട ആ ഒരു വഴി നമ്മൾ തടസ്സപ്പെടുത്തുന്നു, അപ്പോഴൊക്കെയും അത് നമ്മുടെ ലൈഫിൽ റിഫ്ലക്റ്റ് ആവും. പല പല പ്രോബ്ലംസ് ആയിട്ടും പെയിനായിട്ടും റിഫ്ലക്റ്റ് ആവും. പലപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്നത് നമ്മുടെ സോളിൻ്റെ ആ ഒരു ട്രൂത്തിനെ ആയിരിക്കില്ല. നമ്മുടെ സോളിന് പോകേണ്ട ആ ഒരു പാത്തായിരിക്കില്ല ചൂസ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു മൈൻഡിനെ ആയിരിക്കും, നമ്മുടെ ഈഗോ ആയിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാകുക. നമ്മളും നമ്മുടെ മൈൻഡിനെ ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ടാണ് നമ്മുടെ ലൈഫ് ഇത്രയും പെയിൻഫുൾ ആകുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ സ്വയം ചോദിച്ച് വാങ്ങുന്ന പെയിനാണ് ഇതെന്ന് പറയുന്നത്. എന്നാൽ ആ ഒരു തിരിച്ചറിവ് പോലും നമുക്ക് ഉണ്ടായിരിക്കില്ല. എസ്പെഷ്യലി നമ്മൾ ഈ ഒരു 3D വേൾഡിൽ നമ്മൾ ആ ഒരു ഇല്യൂഷനിൽ പെട്ട് ജീവിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു തിരിച്ചറിവ് ഉണ്ടായിരിക്കില്ല. പകരം നമ്മൾ ആ ഒരു
പ്രോബ്ലത്തിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മൾ നിൽക്കും. അപ്പം നമ്മുടെ ബോധതലം ഉയർന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു കാര്യങ്ങളെയൊക്കെ, ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുക നമ്മുടെ കോൺഷ്യസ്നെസ് അത്രയും ഉയർന്നെങ്കിലാണ്. സോ ഈ ഒരു ജേർണി ഒരുപാട് അനുഭവിച്ചു, ഇനി വയ്യ എന്നൊക്കെ പറയുമ്പോൾ നമ്മളവിടെ മനസ്സിലാക്കണം, നമ്മുടെ സോൾ എന്ന് പറയുന്നത് ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോകാൻ റെഡിയാകുന്ന ഒരു ടൈമിലായിരിക്കും നമ്മുടെ ഈ ഒരു ടിൻ ഫ്ലെയിം നമ്മുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നത്. കാരണം നമ്മുടെ ടിൻ ഫ്ലെയിം നമ്മുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ ഒരു സ്പിരിച്വൽ അവേക്കനിങ് അവിടെ ട്രിഗർ ആവുകയാണ്, നമ്മളിൽ ആ ഒരു സ്പിരിച്വൽ അവേക്കനിങ് നടക്കുകയാണ്. അപ്പോൾ അത്തരത്തിലൊരു സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുമ്പോൾ അതൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷനാണ്. അത്തരത്തിലൊരു ചേഞ്ചിലൂടെ, അത്തരത്തിലൊരു ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോകാൻ എല്ലാ തരത്തിലും നമ്മുടെ സോൾ റെഡി ആയിരിക്കുന്ന ഒരു ടൈമിലായിരിക്കും നമ്മുടെ ലൈഫിലേക്ക് ഈ ഒരു ടിൻ ഫ്ലെയിം എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ ഉള്ള ഒരു ഫുൾ പൊട്ടൻഷ്യൽ നമ്മുടെ സോളിനുണ്ടായിരിക്കും. എന്നാൽ നമുക്ക് നമ്മളിലൊരു വിശ്വാസമില്ല, നമുക്ക് നമ്മുടെ സോളിൻ്റെ പൊട്ടൻഷ്യലിനെ നമ്മൾ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഈ പറയുന്ന ജേർണിയെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു പ്രോബ്ലംസിനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ആ ഒരു 3D ഒരു ഫിയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സർവൈവൽ ബേസ്ഡ് ഒരു സെപ്പറേഷൻ കോൺഷ്യസ്നെസ്സിൽ നിന്നുകൊണ്ടാണ് നമ്മളിതിനെല്ലാം നോക്കിക്കാണുന്നത്. അത്തരത്തിൽ 3Dയിൽ നിൽക്കുമ്പോൾ ബിയോണ്ട് ആയിട്ടുള്ള, അതായത് ബിയോണ്ട് ഇല്യൂഷൻ, ഇല്യൂഷന് അപ്പുറത്തേക്കുള്ള ഒരു കാര്യത്തെ നമുക്ക് ചിന്തിക്കാനോ കാണാനോ ഒന്നും സാധിക്കില്ല. നമ്മളെപ്പോഴും ആ ഒരു മൈൻഡിൻ്റെ ഇല്യൂഷനിൽ പെട്ടായിരിക്കും ജീവിക്കുന്നത്. ആ ഒരു ഈഗോയുടെ ബേസിസിലായിരിക്കും നമ്മൾ ഡിസിഷൻ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതാണ് റിയാലിറ്റി എന്ന് കരുതിയിട്ടായിരിക്കും നമ്മൾ നിൽക്കുന്നുണ്ടാവുക. നമ്മൾ സോളിനെ അറിയുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മെയിനായിട്ട് ഈ ഒരു പെയിൻ എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സോളിനെ മനസ്സിലാക്കുന്നില്ലാത്തത് കൊണ്ടാണ്, ആ ഒരു സോളിൻ്റെ പാത്തിനെ, ആ ഒരു ട്രൂത്തിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ്, ആ ഒരു പാത്ത് നമ്മൾ ചൂസ് ചെയ്ത് അതിലേക്ക് നമ്മൾ പോകാത്തത് കൊണ്ടാണ് ഈ ഒരു പെയിൻ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. ഇവിടെ നമ്മളൊരു ടിൻ ഫ്ലെയിം ആണെങ്കിൽ, ടിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ മനസ്സിലാക്കുക, അത് നമ്മുടെ സോളിൻ്റെ തിരഞ്ഞെടുപ്പായിരുന്നു. അവിടെ ഈ ഒരു ജേർണി എന്ന് പറയുന്നത് നമ്മുടെ അസെൻഷനെയാണ് ആവശ്യപ്പെടുന്നത്. അതിന് നമ്മൾ അതിലേക്ക് സ്പിരിച്വലി നമ്മൾ ഗ്രോ ആവേണ്ടതുണ്ട്. നമുക്ക് ആ ഒരു അവേക്കനിങ് നടക്കണം, നമുക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കണം, നമ്മൾ ഹീലാവണം, നമ്മൾ ആ ഒരു 5D കോൺഷ്യസ്നെസ്സിലേക്ക് എത്തണം. അതിന് നമ്മൾ ഈ പാത്ത് ചൂസ് ചെയ്ത് അതിലേക്ക് വർക്ക് ചെയ്യണം. നമ്മൾ ഹീലാകണം. നമ്മൾ ഹീലാവുക മാത്രമാണ് ഈ പറയുന്ന നമ്മുടെ 3Dയിൽ നമ്മൾ കാണുന്ന, നമുക്കുണ്ടാകുന്ന ഒരു പ്രോബ്ലംസിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഹീലാവുക എന്നുള്ളതാണ്. നമ്മൾ ഹീൽ ചെയ്യാതിരിക്കുന്നത്രയും നാൾ ഈ പറയുന്ന പെയിൻ മാറത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇത് വേണ്ട, ഈ ഒരു കണക്ഷൻ വേണ്ട, ഇതിൽ നിന്ന് എങ്ങനെയും പുറത്ത് കിടക്കണം എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു കണക്ഷനിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കാൻ പറ്റത്തില്ല. ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സോളിൻ്റെ ആ ഒരു സത്യത്തെ, ട്രൂത്തിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, ആ പാത്തിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അതിനെ റെസ്പെക്റ്റ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ജേർണീനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യാതെ അതിനെ അലോ ചെയ്യുക. സോളിൻ്റെ ആ ഒരു പാത്തിനെ നമ്മൾ ചൂസ് ചെയ്യുക. നമ്മുടെ സോളിന് ലിബറേഷനിലേക്ക് എത്താൻ വേണ്ടി ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വഴിയാണ് ഈ ഒരു ടിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും ആ ഒരു പരമാത്മാവിലേക്ക് എത്തിച്ചേരേണ്ട ഒരു ജീവാത്മാവ് മാത്രമാണെന്നുള്ള കാര്യത്തെ നമ്മൾ മനസ്സിലാക്കുക. അതിലേക്ക് നമ്മളുടെ ആ ഒരു സോൾ എന്താണോ നമ്മളോട് ആവശ്യപ്പെടുന്നത് അതിനെ നമ്മൾ ചൂസ് ചെയ്യുക. നമ്മൾ റെസിസ്റ്റ് ചെയ്യാതിരിക്കുക. ബ്ലെയിം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്തുകൊണ്ടോ ഒന്നും ശരിയാവാൻ പോകുന്നില്ല. നമ്മൾ ഹീലാവുന്നതിലൂടെ, നമ്മുടെ സോൾ ഇവോൾവ് ആവുന്നതിലൂടെ, നമ്മുടെ സോളിൻ്റെ ആ ഒരു പർപ്പസ് നമ്മൾ ചെയ്യുന്നതിലൂടെയും, നമ്മളൊരു വൺനെസ്നെസ് കോൺഷ്യസ്നെസ്സിലേക്ക്, ആ ഒരു അൺകണ്ടീഷണൽ ലവിലേക്ക് വരുന്നതിലൂടെയും ഒക്കെയാണ്, നമ്മൾ ആ ഒരു ഈശ്വരനെ അറിയുന്നതിലൂടെയൊക്കെ മാത്രമാണ് നമുക്ക് ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. 3Dയിലേക്കാണ് നമ്മുടെ ഫോക്കസ് എങ്കിൽ, അല്ലെ 3Dയിലാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ പ്രോബ്ലംസിനുള്ള ആ ഒരു സൊല്യൂഷൻ നമ്മൾ തേടുന്നതെങ്കിൽ നമുക്കതിന് കിട്ടത്തില്ല. നമുക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ 3Dയിൽ നമുക്ക് കിട്ടത്തില്ല. നമ്മളൊരു സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക്, അല്ല ഒരു ടിൻ ഫ്ലെയിം ജേർണിയിൽ വന്നിരിക്കുന്ന ഒരു സോളാണ് എങ്കിൽ നമ്മൾ സ്പിരിച്വലി ഇവോൾവ് ആകണം. സ്പിരിച്വലി നമ്മുടെ സോളെ എക്സ്പാൻഡ് ചെയ്യണം. നമ്മൾക്ക് അത്തരത്തിൽ നമ്മൾ ആത്മീയമായി നമുക്ക് പുരോഗതി ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഭൗതിക തലത്തിൽ നമ്മുടെ മെറ്റീരിയൽസ് ആയിട്ടുള്ള 3D ലൈഫിലും ഈ പറയുന്ന മെച്ചപ്പെട്ട ഒരു രീതിയിലേക്ക്, ഒരു സമാധാനപരമായിട്ടുള്ളൊരു ലൈഫ് നമുക്ക് ലീഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഈ ഒരു കാര്യത്തിനെ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ആദ്യം തന്നെ നമ്മൾ പോയിട്ട് നമ്മുടെ 3D ലൈഫ് കംപ്ലീറ്റ്ലി ഫിക്സ് ചെയ്ത് എല്ലാം സെറ്റാക്കാം, അതിനുശേഷം ഞാൻ പിന്നെ സ്പിരിച്വലി ഞാൻ ഇവോൾവ് ചെയ്തോളാം എന്നൊരു തരത്തിലേക്ക് നമുക്ക് അങ്ങനെ ഒരു ചോയ്സ് ഇല്ല. നമ്മുടെ സോള് ഈ ഒരു ടൈമിൽ നമ്മളൊരു സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ടിൻ ഫ്ലെയിം ജേർണിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ടൈമിൽ നമ്മുടെ സോള് റെഡിയാണ്. ആ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ, ആ ഒരു അവേക്കനിങ്ങിലൂടെ പോകാൻ റെഡിയാണ്. അപ്പോൾ അത് നമ്മുടെ സോളിൻ്റെ ആ കോളിംഗ് ആണ്. സോ നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു അതിനെ അലോ ചെയ്യുക. അവിടെ നമ്മൾ ആ സ്പിരിച്വലി തന്നെ നമ്മൾ മൂവ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളിലേക്ക് നമ്മൾ ആ ഒരു റിയലൈസേഷനിലേക്ക് എത്തുക. നമ്മൾ ആസ് എ സോൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. നമ്മൾ
നമ്മൾ അവേക്കണാവുക, നമ്മൾ ആ ഒരു സത്യത്തിലേക്ക് നമ്മൾ ഉണരുക, ആ ഈശ്വരനിലേക്ക് നമ്മൾ ഉണരുക. അതാണ് നമുക്കിവിടെ ആദ്യം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അത് മാത്രമാണ് നമുക്ക് ഒരു നോർമലായിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്യണം, അല്ലെങ്കിൽ സമാധാനപരമായിട്ടൊരു ലൈഫ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് പ്രയോറിറ്റി കൊടുത്ത് അതിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. അത്തരത്തിൽ ഇറങ്ങുന്നതിലൂടെ മാത്രമാണ് ഈ പറയുന്ന നമ്മുടെ 3D ലൈഫ് മെച്ചപ്പെടുകയുള്ളൂ. അതല്ലാതെ നമ്മൾ 3Dയിലേക്ക് ഫോക്കസ് ചെയ്താൽ, 3Dയിൽ നമ്മൾ പോയി സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിച്ചാൽ അവിടെയല്ല നമ്മുടെ സൊല്യൂഷൻ ഇരിക്കുന്നത്. ഈ ഒരു കാര്യത്തെ നമ്മൾ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുക. നമ്മൾ സ്പിരിച്വലി ആ ഒരു 5D കോൺഷ്യസ്നെസ്സിലേക്ക് എത്തുക. നമ്മളെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. നമ്മുടെ ആ സോളിൻ്റെ പൊട്ടൻഷ്യലിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ നമ്മൾ അംഗീകരിക്കുക, റെസ്പെക്റ്റ് ചെയ്യുക. ജേർണീനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. ഒരിക്കലും നമ്മളതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. കാരണം ആ ഒരു കൺട്രോൾ നമ്മുടെ കയ്യിലല്ല. ഈ ഒരു ജേർണി കംപ്ലീറ്റ്ലി ഡിവൈൻ്റെ ഒരു കൺട്രോളിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യാതെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.